ജിനു, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിമർശനത്തെ ഇത് വിമർശനമല്ല, അവഹേളനമാണ്, അദ്ദേഹം രാജിവെക്കണം എന്നു തന്നെയാണ്. ഈ ഭരണഘടനയെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് CPM-ന്റെ നിലപാട്. ഇതൊരു ബൂർഷ്വാ ഭരണഘടനയാണ് എന്ന് പറയുന്നതിൽ അപകടമില്ലല്ലോ. ഇതൊരു ലിബറൽ ഭരണഘടനയാണ്. ഇത് മുതലാളിമാർക്ക് ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസി എടുത്തുകൊണ്ട് ഒരു പരിധിവരെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 31 ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ അമെൻഡ് ചെയ്ത ആർട്ടിക്കിൾ 31 ഉപയോഗിച്ചുകൊണ്ട് ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി എൻഷുർ ചെയ്യുന്ന ഭരണഘടനയാണ് എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം വരെയും സോഷ്യലിസം വരുന്നതുവരെയും ഭരണഘടന ലിബറലായ ഒരു ബൂർഷ്വാ ഡോക്യുമെൻ്റ് ആണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ സജി ചെറിയാൻ അതിനെ കുറച്ചുകൂടി ഓണാട്ടുകര ഭാഷയിൽ വിമർശിച്ചപ്പോൾ കടന്നുപോയി എന്നത് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഭരണഘടനയോട് എന്താണ് അപരാധം ചെയ്തത് എന്നാണ് CPM-ന്റെ ചോദ്യം. അല്ല അരുൺ, അദ്ദേഹം ഓണാട്ടുകാര ഭാഷയിൽ അധിക്ഷേപിച്ചത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചത് കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ അല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും 142 കോടിയിലധികം മനുഷ്യരുടെ അവസാന പ്രതീക്ഷ എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന CPM-കാർ ഉൾപ്പെടെ പറഞ്ഞ ഭരണഘടനയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഓണാട്ടുകാര ഭാഷയിൽ അധിക്ഷേപിച്ചത്. അത് അവർ അംഗീകരിക്കുന്നുണ്ടോ? 2 വർഷം മുമ്പ് അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താ? പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തെറ്റായിരുന്നു എന്ന്, അല്ലേ? ആ പാർട്ടിക്ക് അത് മനസ്സിലായതുകൊണ്ട് പാർട്ടി അതിൽ രാജി തീരുമാനം ആവശ്യപ്പെടുന്നു. രാജിവെക്കുന്ന സമയത്ത് സജി ചെറിയാൻ പറഞ്ഞത് എന്താ? മന്ത്രി ആയിരിക്കുമ്പോൾ സ്വതന്ത്ര അന്വേഷണം നടക്കുമോ എന്ന് പലരും സംശയിക്കും, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം കേവലം MLA ആയിരിക്കുമ്പോൾ മാത്രം ആ വിഷയത്തിൽ അന്വേഷിച്ച പോലീസുകാർ അവിടെ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് പുളകിതരായ പാർട്ടി സഖാക്കന്മാരുടെ റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അതേ വാചകങ്ങൾ ഇന്നും ആപ്ലിക്കബിൾ ആണല്ലോ. ഒന്നാമത്തെ കാര്യം. 2, അന്നൊരു MLA മാത്രമായിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുത്ത പ്രിവിലേജ് ഇന്ന് മന്ത്രി ആയിരിക്കുമ്പോൾ അതിലധികം കൊടുക്കില്ലേ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുഴുവൻ അദ്ദേഹത്തെ സല്യൂട്ട് അടിച്ചിട്ട് വേണ്ടേ പോയി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ? അപ്പോൾ എന്ത് ഈ CPM-കാരും മന്ത്രിയൊക്കെ പറയുന്നത് എന്ത് ധാർമ്മികതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ വിമർശനമാണെന്ന്, രാഷ്ട്രീയ വിമർശനം. അതിലേത് ഭാഗത്തെ രാഷ്ട്രീയ വിമർശനമുള്ള? ഈ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? മതേതരത്വം, അതുപോലെ ജനാധിപത്യം, അതൊക്കെ. ഈ സംഭവങ്ങൾ വേണമെന്നും പറഞ്ഞില്ലേ നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ പോരാടിയത്? ഇതൊക്കെ കുന്തവും കുടച്ചക്രമാണെന്ന് തോന്നുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ CPM-ന് നാണക്കേടല്ലേ? CPI-ക്ക് നാണക്കേടല്ലേ? ഈ സംസ്ഥാനത്തിന് നാണക്കേടല്ലേ? നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച പ്രചരണം നടത്തിയത്. ഈ രാജ്യത്തെ സകല മനുഷ്യരുടെ അവസാന പ്രതീക്ഷയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പ്രചരണം നടത്തിയത്? നമ്മൾ പാർലമെന്റിലേക്ക് നമ്മുടെ MP-മാർ പോയത് ഭരണഘടനയും പിടിച്ചുകൊണ്ടല്ലേ? നരേന്ദ്രമോദിയെ കൊണ്ട് ഭരണഘടനയുടെ മുമ്പിൽ തല കുമ്പിടിച്ചത് നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായില്ലേ? ഈ രാജ്യത്തെ മുഴുവൻ പൗരാവകാശ പ്രവർത്തകരുടെയും സമരായുധത്തിന്റെ പ്രതിരോധത്തിന്റെ പേരാ ഭരണഘടന. അത് കുന്തവും കുടച്ചക്രമാണ്, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, സംഘടിതമായിട്ട് ഉണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞെഴുതിച്ചതാണ് എന്നൊക്കെ പറയുന്ന മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ പോലീസ് റിപ്പോർട്ടിന്റെ പേരിൽ അദ്ദേഹം 2ാമത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇതേ ഭരണഘടനയെ തൊട്ടുകൊണ്ടല്ലേ? നാണം വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ ഇത് പറയാൻ? എന്നിട്ട് പൊളിറ്റിക്കൽ വിമർശനമാണെന്ന്. ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിയമപരമായി വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനമെന്നാണ്. Debate with Dr. Arun Kumar.